വി ഡി സതീശൻ സർക്കാരിൻ്റെ മധുവിധ കാലം ഏതാണ്ടൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. പ്രതിപക്ഷത്തു നിന്നുമല്ല, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത്. പാർട്ടി പുനഃസംഘടന, KPCC അധ്യക്ഷൻ്റെ നിയമനം, പോഷക സംഘടനകളിലെ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ഒക്കെ നിയമിക്കൽ, അങ്ങനെ നിരവധി തിരക്കേറിയ കാര്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും തർക്കത്തിലല്ലെങ്കിൽ നടപ്പാക്കാതെ കിടക്കുന്നു. കോൺഗ്രസ് പോഷക സംഘടനകളിൽ ഏറ്റവും നന്നായ സംവിധാനമുണ്ടെന്ന് പേരെടുത്ത മഹിളാ കോൺഗ്രസിലെ വിഭാഗീയത ഇപ്പോഴിതാ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ പ്രസ്താവനയോടെ പുറത്തേക്ക് വരികയാണ്. മുഖ്യമന്ത്രിക്കെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘടനയ്ക്കുള്ളിൽ പുകച്ചിൽ രൂക്ഷമായിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗായത്രി വി നായരെ ഗവൺമെൻറ് പ്ലീഡറാക്കണമെന്ന ജബി മേത്തറുടെ ശുപാർശ മുഖ്യമന്ത്രി നിരസിച്ചതാണ് പ്രമേയം പുറത്തു വരാൻ കാരണം. പോഷക സംഘടനയുടെ കത്ത് വാങ്ങാനല്ല തൻ്റെ പണിയെന്ന് പറഞ്ഞ് ഗായത്രി നായരെ വി ഡി സതീശൻ അധിക്ഷേപിച്ചു എന്നാണ് മഹിളാ കോൺഗ്രസിൻ്റെ ആരോപണം. ഇത് അംഗീകരിക്കാനാകില്ലെന്നും ചർച്ച ചെയ്യണമെന്നും ജബി മേത്തറാണ് സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞത്. യോഗത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളെ കൊണ്ടും അഭിപ്രായം പറയിപ്പിച്ച ജബി മേത്തർ MP പിന്നീട് വി ഡി സതീശനെതിരെ പ്രമേയം പാസ്സാക്കിയെടുക്കുകയായിരുന്നു. ഇതോടെ കോൺഗ്രസിനുള്ളിൽ വലിയ വിഷയമായി ഈ പ്രമേയം. മാധ്യമങ്ങളിൽ ഇത് വാർത്തയായി വന്നതോടെ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ളവർ മഹിളാ കോൺഗ്രസ് ഭാരവാഹികളെ ബന്ധപ്പെട്ടു. ജബി മേത്തറുടെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് പ്രമേയം പാസ്സാക്കിയതെന്നും തങ്ങൾക്ക് ഇതേക്കുറിച്ച് ധാരണയില്ലെന്നുമാണ് ഭൂരിഭാഗം ഭാരവാഹികളും കൈയൊഴിഞ്ഞു പറഞ്ഞത്. ഇതോടെ ഇത് തനിക്കെതിരായ ഗ്രൂപ്പ് നീക്കമായി വി ഡി സതീശൻ വിലയിരുത്തി. ഇതോടെ ജബി മേത്തർ വിരുദ്ധരായ മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ ഒത്തൊരുമിക്കുകയും അവർ കോൺഗ്രസ് നേതാക്കളുമായി നിലവിലെ മഹിളാ കോൺഗ്രസ് ഭാരവാഹിത്വത്തിനെതിരെ നിലപാടെടുക്കുകയുമാണ്. ഏറെക്കാലമായി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജബി മേത്തറിൻ്റെ പ്രവർത്തന ശൈലിയോട് വിയോജിപ്പ് സൂക്ഷിക്കുന്ന ഭാരവാഹികളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തോട് തങ്ങളുടെ അതൃപ്തിയും പരാതിയുമൊക്കെ അറിയിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പ്രമേയം പാസ്സാക്കാനിറങ്ങിയ ജബി മേത്തർ ഇപ്പോൾ പ്രതിക്കൂട്ടിലായി. ജബി മേത്തർ ഏകാധിപത്യ ശൈലി സ്വീകരിക്കുന്നെന്നും പണപ്പിരിവ് നടത്തിയതിൻ്റെ കണക്കുകൾ സംഘടനാ യോഗത്തിൽ അവതരിപ്പിക്കുന്നില്ലെന്നും ഇഷ്ടക്കാരില്ലാത്ത ഭാരവാഹികളുടെ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികളാണിപ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിന് മുന്നിലെത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ചർച്ചകൾ മുതൽ തർക്കങ്ങൾ തുടങ്ങിയിരുന്നു. സംഘടന അപ്പോൾ തന്നെ രണ്ട് തട്ടിലായി. മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾക്ക് 3 സീറ്റ് ആവശ്യപ്പെടണമെന്ന നിർദ്ദേശം സംഘടനയിൽ ഉയർന്നെങ്കിലും ജബി മേത്തർ തയ്യാറായില്ല എന്നാണ് ഇപ്പോഴത്തെ ആരോപണം. സീറ്റ് ആവശ്യമുള്ളവർ സ്വയം അതിന് ശ്രമിക്കണം നിലപാടാണ് ജബി മേത്തർ സ്വീകരിച്ചത്രേ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ മഹിളാ കോൺഗ്രസ് ഭാരവാഹികളാരും അതിലുണ്ടായിരുന്നില്ല. സീറ്റ് ലഭിച്ച വനിതകളെല്ലാം KPCC ഭാരവാഹികളായിരുന്നു. സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ഭാരവാഹികൾ പലരും ഇതോടെ കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കാനും തുടങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളുടെ മറ്റും അധ്യക്ഷരായ ചില ഭാരവാഹികൾ ജബി മേത്തറിനോട് രാജ്യസഭാംഗം എന്ന നിലയിൽ വികസന പദ്ധതികൾക്കായി MP ഫണ്ട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് ജബി മേത്തർ നിഷേധം പറയുകയായിരുന്നു എന്നാണ് മറ്റൊരു ആരോപണം. UDFന് MP-മാരും MLA-മാരും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ MP ഫണ്ട് നൽകണമെന്ന ആവശ്യവും ജബി നിരാകരിച്ചു. വയനാട്ടിലും ആലപ്പുഴയിലും ചെലവഴിക്കേണ്ടതുണ്ടെന്ന കാരണം പറഞ്ഞ് ന്യായമായ ആവശ്യങ്ങളൊക്കെ ജബി തള്ളിക്കളഞ്ഞു എന്നാണ് ഭാരവാഹികളുടെ പരാതി. മറ്റൊരു പരാതി സംസ്ഥാന ഭാരവാഹികൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്നാണ്. ഇഷ്ടക്കാരുടെ ഫോൺ മാത്രമേ എടുക്കുന്നുവെന്നും ഒരു പരാതി ഉയർന്നു. പ്രസിഡന്റ് താൽപ്പര്യമുള്ള സംസ്ഥാന ഭാരവാഹികളെ ഒപ്പം നിർത്താൻ സമ്മാനങ്ങൾ വരെ നൽകുമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആരോപണം. ജബി മേത്തർ നയിച്ച മഹിളാ സാഹസ് യാത്രയുടെ ഭാഗമായി കേരളത്തിലെ 1000-ലധികം മണ്ഡലങ്ങളിൽ നിന്നും 10,000 രൂപ വീതം പിരിച്ചു. ഈ പണപ്പിരിവിൻ്റെയും ചെലവിൻ്റെയും കണക്ക് അവതരിപ്പിക്കണമെന്ന് ഭാരവാഹികൾ ചിലർ യോഗത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും ഇതിന് പ്രസിഡന്റ് തയ്യാറായില്ല എന്നതാണ് മറ്റൊരു പരാതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന ഭാരവാഹി യോഗങ്ങളിൽ നിന്നും നേതാക്കളടക്കം വിട്ടുനിൽക്കുന്നുണ്ട്. 70 അംഗ സംസ്ഥാന ഭാരവാഹികളിൽ 45ഓളം പേർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. KSU പ്രസിഡന്റ് പിന്നാലെ മഹിളാ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതാ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ രംഗത്ത് വന്നതും അതിന് ഗ്രൂപ്പ് നീക്കങ്ങളുടെ പേര് ലഭിച്ചതുമൊക്കെ കോൺഗ്രസിനുള്ളിൽ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ പേരിൽ പാളയത്തിൽ പട നയിക്കുന്ന നേതാക്കൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. എന്തായാലും മഹിളാ കോൺഗ്രസിലെ വിഭാഗീയത രൂക്ഷമാകുന്നത് പാർട്ടിക്ക് പുതിയൊരു തലവേദന തന്നെയാണ്.